നാളെ മുതൽ ഞാൻ എക്സസൈസ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കും, അതല്ലെങ്കിൽ എല്ലാ ദിവസവും ബുക്ക് വായിക്കും, അതല്ലെങ്കിൽ ഒരു പ്രത്യേക ടൈം പീരീഡിനുള്ളിൽ ഇത്ര പോർഷൻ പഠിച്ചു തീർക്കും എന്നൊക്കെ തീരുമാനങ്ങൾ എടുത്തിട്ടും പിന്നീട് ഒരു 2 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ തുടക്കത്തിലുണ്ടായിരുന്ന ആ മോട്ടിവേഷൻ നഷ്ടപ്പെടുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ പിന്നിലുള്ള റീസൺ? നമ്മളൊരു പുതിയ കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ പ്ലഷർ ഹോർമോണായ ഡോപ്പമിൻ്റെ റിലീസ് ഉണ്ടാകുന്നു. അപ്പോൾ നമുക്കൊരു ഹൈ എനർജി സ്റ്റേറ്റ് കിട്ടും. പക്ഷേ ഇതൊരു താത്കാലികമായ അല്ലെങ്കിൽ ടെമ്പററി ആയ അവസ്ഥ മാത്രമാണ്. നമ്മുടെ ഗോൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യം പൂർത്തിയാക്കാൻ ഒരുപക്ഷെ 3, 4, 5 മാസം എടുക്കും. ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ ഡോപ്പമിൻ്റെ അളവ് കുറയുന്നു. അപ്പോൾ നമുക്ക് മടുപ്പ് തോന്നുന്നു, നമ്മുടെ മോട്ടിവേഷൻ കുറയുന്നു. ഈ മോട്ടിവേഷൻ കുറയാതെ നമ്മുടെ ലക്ഷ്യങ്ങളിലെത്താൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് നോക്കാം. ഒന്നാമതായി, നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങളെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ സാധിക്കുന്ന മിനി മൈൽ സ്റ്റോൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ബുക്ക് വായിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു ദിവസം ഞാൻ 1 പേജ് വായിക്കും എന്ന് തീരുമാനിക്കുക. അപ്പോൾ ആ ചെറിയ ഗോൾ നമ്മൾ നേടിക്കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരു പ്ലഷർ ഉണ്ടാവുന്നു. അപ്പോൾ ഡോപ്പമിൻ റിലീസ് ഉണ്ടാവുന്നു. അങ്ങനെ എന്നും ഈ ഡോപ്പമിൻ റിലീസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ ചെറിയ കാര്യം ഒരു ദിവസം ഒരേ സമയത്ത് അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് വെച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ബ്രെയിൻ ഓട്ടോമാറ്റിക് മോഡിലാവും. ഇതൊരു ഹാബിറ്റായി മാറും. ഈ ഓട്ടോമാറ്റിക് മോഡ് മോട്ടിവേഷൻ ഇല്ലാതിരിക്കുമ്പോഴും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. അതുകൊണ്ട് ഫ്രണ്ട്സ്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു മോട്ടിവേഷണൽ തരംഗമൊന്നും ഉണ്ടാവാൻ കാത്തിരിക്കേണ്ട. നമ്മുടെ ഗോളിലേക്കുള്ള ചെറിയ ചെറിയ സ്റ്റെപ്സാണ് നമുക്ക് ആവശ്യം. കൺസിസ്റ്റൻസിയാണ് ശരിക്കുമുള്ള മോട്ടിവേഷൻ. സോ സ്റ്റേ കൺസിസ്റ്റൻറ്റ്. ടേക്ക് കെയർ. താങ്ക് യു.